യോഹന്നാൻ തന്റെ വചനത്തിൽ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതിനും അപ്പുറത്തായി മറ്റെന്തോ ഉണ്ട് എന്ന് തന്നെ ആ നിലകളിലേക്ക് ചിന്തിക്കുന്നതിനും ആ നിലവാരത്തിലേക്ക് തന്റെ ചിന്തയെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനും കാരണമായി തന്നത് ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ നടപ്പും ഇരിപ്പും, അമാറോട് ചേർന്നിരുന്ന ശിഷ്യൻ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ പൾസ് പോലും മനസ്സിലാക്കിയ ശിഷ്യൻ എന്ന നിലയിൽ തന്നെ സംബന്ധിച്ച് നന്നായി അതറിയാം. ആ അറിവുകൾ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചതായ ആ വെളിപ്പാടുകളാണ് തന്നെ വീണ്ടും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് തന്നെ പ്രേരിപ്പിച്ചത്. അത് താൻ കണ്ടെത്തി, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ ഇന്ന് ആയിരിക്കും. 14 വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നോക്കൂ, ക്രിസ്തുവിലേക്ക് ആ ഉൽപ്പത്തിക്കും അപ്പുറമായിട്ടുള്ള ദൈവത്തെ താൻ കണ്ടുകൊണ്ട് അത് താൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. ആ യോഹന്നാന് ഇത്രയേറെ ചിന്തിക്കുവാനും ഇത്രയേറെ ആഴമായി ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് മനസ്സിലാക്കുവാനുമുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞുവെങ്കിൽ ആ ശിഷ്യനല്ലാതെ പിന്നെ മറ്റാർക്കാ കർത്താവ് തൻ്റെ വെളിപ്പാടുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ വേദപഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന വിഷയം, നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി തീർന്നു, നിങ്ങൾ അതിനെ കൂടുതൽ അറിയുവാൻ ഒരു ദാഹം ഉള്ളതുപോലെ അതിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ, ആ വിഷയത്തിലേക്ക് നിങ്ങൾ സമീപിച്ചാൽ, തീർച്ചയായും പരിശുദ്ധാത്മാവെന്ന ഏറ്റവും നല്ല ടീച്ചർ, ഞങ്ങൾ ആരുമല്ല ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും, ആഴമേറിയ കാര്യങ്ങളെ നമ്മളെ ഗ്രഹിപ്പിക്കും.